ഞാനിങ്ങനെ ഒരുപാട് ആലോചിക്കും. ഈ ആദില നൂറായി രണ്ടുപേരെ എന്തൊരു ജീവിതം. ഓ, പെണ്ണും പെണ്ണും പ്രണയിച്ച് ഒന്നിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാത്തതാ. ഇപ്പൊ ജാസി ആണെങ്കിലും ആശി ആണാണ്. ഈ ആദിലഞ്ഞൂറ് രണ്ട് പെൺപിള്ളേരല്ലേ, അവരുടെ പേരൻസിന്റെ ഒരു വിഷമം നോക്കണം. അവർക്ക് ജീവിതം ഇല്ലാത്ത രണ്ടാൾക്കാരും ഇങ്ങനെ ഒരു ഇതായിട്ട് നടക്കുന്ന പറയുമ്പോഴത്തേക്ക് അവർ രണ്ടാളെ പ്രണയിച്ച് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്ന പറയുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സാഡായിട്ട് അയ്യേ അന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പിന്നെ കാര്യമുണ്ട്, അവസാന നിമിഷത്തിൽ ഒരു ഖുർആന്റെ രേഖപ്പെടുത്തുന്നത് മന്ദത്ത് സാഹ കിയാമത്ത് തന്നെ പ്രതീക്ഷിക്കുക. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് ഈദ് നോക്കുമ്പോഴത്തെ കൊണ്ടല്ലേ, ഇതൊരു കിയാമത്ത് നാണ്ട ഒരു അടയാളം. ഇനി അവസാന നിമിഷത്തേക്ക് എത്തി. അതാണ് നമ്മളെ ഒരുപാട് നാട്ടിലുണ്ട് ഇതൊക്കെ. പിന്നെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ജാസി ആശി പിന്നെ ആദിരാനൂർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, അവർ ഈ ഫാൻസൊക്കെ എത്ര സ്വപ്നം കണ്ടിരിക്കും. എൻ്റെ മകളുടെ കല്യാണം, മകൾക്കാവുന്ന കുട്ടികൾ, മകൾക്കാവുന്ന പേരക്കുട്ടികൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നം കാണും. ഇതും വരുമ്പോഴത്തേക്ക് സ്തംഭിക്കുക, അവരൊരു കുടുംബം സ്തംഭിക്കല്ലേ. എന്താ പറയുമ്പോഴത്തേക്ക് തീർന്നു കുടുംബം. അങ്ങനെയൊക്കെ സംഭവം. ഇതൊക്കെ വെറുതെ എനിക്കിതൊക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടാ. വെറുതെ അല്ല നമ്മളെ ഈ മലബാർ ഗോൾഡിന് ഫൈസൽക്ക് ഇതിട്ടത് പോസ്റ്റ് ഇട്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാതെ വന്നത് പിന്നെ നാണക്കേടല്ലേ. ഇത് കേരളത്തിക്ക് തന്നെ ഒരു നാണക്കേടായിട്ട് മാറുന്ന ഒരു കേസ് ഇട്ട. ഇങ്ങനത്തെ കേരളത്തിക്ക് മാനക്കേടാകുന്ന കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളികൾക്ക് മാനക്കേടാകുന്ന ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ അനുവദിച്ചുകൂടാ. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഗവൺമെന്റ് പരമായിട്ട് ലീഗലാണെങ്കിലും ഇതൊക്കെ ഒരു സമൂഹത്തിനൊക്കെ വെറും മാനക്കേടുള്ളൊരു കേസാണ് ഈ ആദില നൂറിൻ്റെയും. അവരുടെ ലൈഫ് എന്തൊരു ലൈഫാ. അവർക്കൊക്കെ ഒരു ചിന്ത വന്നൂടെ, നമുക്കൊരു ഭർത്താക്കന്മാർ വേണം, നമ്മൾ മാറണം. ഇതേപോലെയല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാ. അപ്പം ഇങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രണയിച്ചിട്ട് ഈ കല്യാണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തൊരു ജീവിതം. അയ്യോ, ഒന്നും പറഞ്ഞു കാര്യമില്ലട്ടാ. അല്ല, അവരുടെ നാട്ടുകാർ പേരൻസ് കുടുംബക്കാരൊക്കെ ഒന്ന് പേടിപ്പിച്ചിരിക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് പേടിപ്പിക്കാൻ പേടിയുണ്ട. ഒന്നില്ല, കാലം പോയ പോക്കേ ഒന്നും പറയണ്ടട്ടാ. അവർക്ക് നല്ല ബുദ്ധി ഈ റമദാനിൽ നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പിന്നെന്താ വേറെ വഴിയൊന്നുമില്ല. ചില കാര്യത്തിൽ നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. റബ്ബി ഗഫുർലി വറഹംനി വജുബുർനി വറഫൈനി വർസുഖിനി വഹാദിനി വആഫിനി എന്നുള്ള ദുആ എന്നും 5 നേരം നിസ്കാരത്തിൽ നീ ചെയ്യുന്നതല്ല മോളെ. നിനക്ക് നല്ല ബുദ്ധി വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എന്നാ നിർത്തുന്നു. നന്ദി, നമസ്കാരം.